എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 46-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഐതേ പ്രളയാവധൗ വിഭോക്ഷിതിതോയാദി സമസ്തഭക്ഷിണ മൃദുപാശനതോരുജാ ഭവേദ് ഇതി ഭീതാ ജനനീ ചുകോപസാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഐ അല്ലയോ, തേ അങ്ങ്, പ്രളയാവധൗ മഹാപ്രളയവേളയിൽ, വിഭോ ഹേ ഭഗവാനെ, ക്ഷിതി ഭൂമി, തോയാദി തോയെന്ന് പറഞ്ഞാൽ വെള്ളം, ക്ഷിതി തോയാദി എന്ന് പറഞ്ഞാൽ ഭൂമി, ജലം തുടങ്ങിയ, സമസ്ത എല്ലാം, അതായത് പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം മുഴുവനും, ഭക്ഷിണ ഭക്ഷിക്കാറുള്ള, മൃദുപാശനതോ രുജാ ഭവേത് മണ്ണ് തിന്നത് മൂലം എന്തെങ്കിലും അസുഖമുണ്ടാകുമോ, ഇതിഭീത എന്ന് പേടിച്ച്, ജനനി അമ്മ യശോദ, ചുകോപ സ കോപിച്ച് ശുണ്ഠിയെടുത്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? മഹാപ്രളയവേളയിൽ ഭൂമി, ജലം തുടങ്ങിയ ഭൂതങ്ങളെയെല്ലാം ഭക്ഷിക്കാറുള്ള അങ്ങേക്ക് മണ്ണു തിന്നത് മൂലം എന്തെങ്കിലും രോഗമുണ്ടാകുമെന്ന് ശങ്കിക്കുക മൂലം യശോദാമ്മ കുപിതയായി. അതായത് അമ്മമാരെ സംബന്ധിച്ച് കുട്ടികൾ മണ്ണ് തിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്നു എന്നൊക്കെ കേൾക്കുന്നത് സങ്കടകരമാണ്. പക്ഷേ പ്രളയം വരുന്ന സമയത്ത് ഈ ഭൂമിയെ മുഴുവനായും ഭക്ഷിക്കുന്ന ഭഗവാനുണ്ടോ? ഇത്തിരി മണ്ണ് തിന്ന വല്ല അസുഖവും ഉണ്ടാവുന്നു? അങ്ങനെ ഭഗവാൻ ചിരിച്ചുകൊണ്ട് മണ്ണ് തിന്നില്ല എന്ന് സമർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഹരേ കൃഷ്ണ.